ഗണ്ഡസ്യോപരിജാതാനാം സ്ഫോടാനാമതയേവനഃ പരമേണ പ്രയത്നേന ന മനോ നാമ യാസ്യതി. നമ്മൾ എത്ര തന്നെ ഈ മനസ്സിനെ യോഗശാസ്ത്രത്തിൻ്റെ സഹായത്തോടുകൂടി നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും ഈ മനസ്സ് അത്ര പെട്ടെന്ന് വഴങ്ങിത്തരില്ല. നിങ്ങൾ എന്തൊക്കെ വേണമെങ്കിലും ചെയ്തോളൂ, ഈ മനസ്സ് നമ്മുടെ വരുതിയിലാവുകയില്ല. ഇതിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. മാർഗങ്ങളൊക്കെ ഉണ്ട്. അഷ്ടാംഗ യോഗം, യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധികൾ, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഈ സമാധി നേടിയവർ എത്ര പേരുണ്ട്? കണ്ണടച്ചിരുന്നത് കൊണ്ട് സമാധിയാവില്ല. കണ്ണടച്ച് കുറേ നേരം ഇരുന്ന ഉറക്കം വരും, സമാധിയാവില്ല. ശങ്കരാചാര്യർ നിദ്രാ സമാധിസ്ഥിതി എന്ന് പറയുന്നുണ്ട്. നിദ്ര എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ സമാധിയാണ് എന്ന് പറയുന്നുണ്ട്. അത് ആർക്കാണ്? അജ്ഞാനികൾക്കല്ല, ജ്ഞാനികൾക്കാണ്. ജ്ഞാനികളും ഉറങ്ങാറുണ്ട്. ഞാൻ ബാലകൃഷ്ണൻ നായർ സാറിനോട് ചോദിച്ചിട്ടുണ്ട്, സാർ ഉറങ്ങാറുണ്ടോ എന്ന്. വിഡ്ഢി ചോദ്യമാണ്. എന്നാലും ഈ ജ്ഞാനികൾ, അവർക്ക് ഉറക്കം എന്ന ഒരു അനുഭവം ഉണ്ടോ? സാറ് പറഞ്ഞ് ഞാൻ ഉറങ്ങാറുണ്ട്. അല്ല, സാറ് ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ കടന്ന വ്യക്തിയല്ലേ? ഒരു ജ്ഞാനി തുരീയത്തിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സാറ് ഉറങ്ങുക, സാറിനും ഉറക്കം എന്നൊരനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ട് എനിക്ക് ദഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങുന്നു എന്നറിയാതെ ഉറങ്ങുന്നു, ഞാൻ ഉറങ്ങുന്നു എന്നറിഞ്ഞുകൊണ്ട് ഉറങ്ങുന്നു. എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല, മനസ്സിലാക്കാൻ പറ്റില്ല ആ അവസ്ഥ എന്താണെന്ന്. ഞാൻ ഉറങ്ങുന്നു എന്നറിഞ്ഞുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. സാധാരണ അജ്ഞാനികൾക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല. ജ്ഞാനിക്കത് പറ്റും. എന്തുകൊണ്ടെന്നോ, തൻ്റെ ഉറക്കത്തിന് താൻ സാക്ഷിയാണ്. തൻ്റെ മനസ്സ് ലയിച്ചു പോകുന്ന ഘട്ടത്തിന് താൻ മാറി നിന്ന് അതിനെ സാക്ഷിഭാവത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അതാണ് അറിഞ്ഞുകൊണ്ട് ഉറങ്ങുക എന്ന് പറയുന്നത്. ഉറങ്ങുന്നത് മനസ്സാണ്. ആ ഉറങ്ങുന്ന മനസ്സിനെ ഞാൻ മാറി നിന്ന് വീക്ഷിക്കുന്നു. ഇതൊക്കെ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ, സാധ്യമായ ഒരാൾ പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയുക? ഉറക്കത്തെ അറിവോടുകൂടി ഞാൻ ഉറങ്ങുന്നു എന്നറിഞ്ഞുകൊണ്ട് ഉറങ്ങണം. അങ്ങനെ ഉറങ്ങുന്നവരാണ് ജ്ഞാനികൾ. നമ്മൾ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നവരാണ്. നമുക്ക് എപ്പോഴും വീഴ്ചയാണ്, എപ്പോഴും വീഴ്ചയാണ്. ജാഗ്രത്തിൽ നിന്ന് സ്വപ്നത്തിലേക്ക് പോകുന്നത് ഒരു തരത്തിലുള്ള പതനമോ വീഴ്ചയോ ആണ്. സ്വപ്നത്തിൽ നിന്ന് സുഷുപ്തിയിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. സുഷുപ്തിയിൽ നിന്ന് സ്വപ്നത്തിലേക്കോ അല്ലെങ്കിൽ ജാഗ്രത്തിലേക്കോ വരുന്നതും ഒരു തരത്തിലുള്ള പതനം തന്നെയാണ്. ഇതൊന്നും ബോധപൂർവമായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളല്ല. അറിയാതെ മനസ്സ് ജാഗ്രതത്തിലേക്ക് വരുന്നു, സ്വപ്നത്തിലേക്ക് പോകുന്നു, അവിടുന്ന് സുഷുപ്തിയിലേക്ക് പോകുന്നു. നമുക്ക് ഒരു നിയന്ത്രണവുമില്ല. ഈ ഓരോ അവസ്ഥയെയും നമുക്ക് വേർതിരിച്ച് സാക്ഷിഭാവത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നില്ല. ജ്ഞാനികൾ മനസ്സിനെ തന്നിൽ നിന്ന് അടർത്തി മാറ്റിയവരാണ്. ഈ മനസ്സാണ് ജാഗ്രത സ്വപ്ന സുഷുപ്തികളെ അനുഭവിക്കുന്നത്. ഞാൻ ആ മനസ്സിൻ്റെ 3 തരത്തിലുള്ള അനുഭവങ്ങൾക്കും സാക്ഷിയാണ്. മനസ്സുറങ്ങുന്നു, മനസ്സ് സ്വപ്നം കാണുന്നു, മനസ്സുണർന്നിരിക്കുന്നു. ഇങ്ങനെ മനസ്സിൻ്റെ 3 തലങ്ങളെയും വ്യക്തമായി അറിഞ്ഞുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ കഴിയും. അതിന് സാക്ഷിഭാവത്തിൽ നിന്നാലേ പറ്റൂ. നമുക്ക് സാക്ഷിഭാവത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല. കർത്തൃഭാവത്തിലോ ഭോക്തൃഭാവത്തിലോ മാത്രമേ നമുക്ക് നിൽക്കാൻ കഴിയുന്നുള്ളൂ. കർത്തൃത്വം ഭോക്തൃത്വം ബുദ്ധിയുടെ ധർമ്മങ്ങളാണ്. ബുദ്ധിയുടെയും സാക്ഷിയാണ് ഞാൻ. മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ശരീരം, പ്രാണൻ, ബാഹ്യലോകം എല്ലാറ്റിൻ്റെയും സാക്ഷിയായിരിക്കുന്ന സർവസാക്ഷിയായ ചിത്താണ് ഞാൻ. ആ ചിത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ, ചിത്തുമായി നമുക്കൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ, അത് ഏതിലൂടെയാണ് സ്ഥാപിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ബുദ്ധിയിലൂടെ, വിവേകത്തിലൂടെ. വിവേകത്തിലൂടെ മറ്റ് തത്വങ്ങളുമായി നമുക്കുണ്ടായിരുന്ന ബന്ധങ്ങളെ വിച്ഛേദിച്ച് ബോധവുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ നമുക്ക്
ബോധത്തിൽ എപ്പോഴും നിൽക്കാൻ പറ്റും. ബോധം അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ നിൽക്കുന്നതാണ് സാക്ഷിഭാവത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം അത് നമ്മുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ബുദ്ധിയുടെ ഒരു തലമാണ്. സാക്ഷിഭാവം എന്നുള്ളത് പോലും ബുദ്ധിയിലാണ്. ആത്മാവ് ഒന്നിൻ്റെയും സാക്ഷിയല്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഈ മാറ്റിയും മറിച്ചും പറയുന്നു. അതാണ് നിങ്ങളുടെ കുഴപ്പം. എൻ്റെ കുഴപ്പമല്ല, വേദാന്തികളുടെ കുഴപ്പം, വേദാന്ത ശാസ്ത്രത്തിൻ്റെ കുഴപ്പം. എന്നെ പഴി പറയരുത്. അതായത് ആദ്യം പറയുന്നു നിങ്ങൾ ശരീരം, മനസ്സ്, ബുദ്ധി ഇതൊന്നുമല്ല, ജീവഭാവം പോലും നിങ്ങളല്ല, നിങ്ങൾ എല്ലാറ്റിൻ്റെയും സാക്ഷിയായ ആത്മാവാണ്. പിന്നീട് പറയുന്നു നിങ്ങൾ സാക്ഷി പോലുമല്ല, കാരണം സാക്ഷിഭാവം ബുദ്ധിയിലാണ്. ബുദ്ധിയുമായി നമുക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധം ഉള്ളപ്പോൾ മാത്രമേ ഞാൻ സാക്ഷിയാണ് എന്ന് അറിയാനോ പറയാനോ പറ്റൂ. സാക്ഷിഭാവവും കള്ളമാണ്. ആത്മാവ് ഒന്നിൻ്റെയും സാക്ഷിയല്ല. കാരണം സാക്ഷി എന്ന് പറഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തപ്പെടുന്ന മറ്റൊന്നുണ്ടാവണം. സാക്ഷ്യപ്പെടുത്താൻ മറ്റൊന്നില്ലെങ്കിൽ സാക്ഷി മാത്രമേ ഉള്ളുവെങ്കിൽ സാക്ഷിയെ സാക്ഷി എന്നെങ്ങനെ പറയാൻ പറ്റും? സാക്ഷി അല്ലാത്ത ഒന്നിന് സാക്ഷ്യം വഹിക്കുന്നവനാണ് സാക്ഷി. ഞാൻ ലോകത്തിൻ്റെ സാക്ഷിയാണ്, ഞാനൊരു കൊലപാതകത്തിൻ്റെ ദൃക്സാക്ഷിയാണ്, ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ സാക്ഷിയാണ്. ഇങ്ങനെ താനല്ലാത്ത എന്തിൻ്റെയും സാക്ഷിയായി നമുക്ക് നിൽക്കാൻ പറ്റും. പക്ഷേ താനല്ലാത്ത ഒന്നും ഇല്ല എന്നറിയുമ്പോൾ നിങ്ങൾ എന്തിൻ്റെ സാക്ഷിയാണ്? ഞാൻ എൻ്റെ തന്നെ സാക്ഷിയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ എൻ്റെ തന്നെ സാക്ഷിയാണ്. ഞാൻ എന്നെ അറിയുന്നു. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അറിയുന്നത് ആര്? ഞാൻ. അറിയപ്പെടുന്നത് അത് ഞാൻ. നിങ്ങൾ നിങ്ങളുടെ തന്നെ അറിവിൻ്റെ വിഷയമാകുന്നു. അതെങ്ങനെ സാധ്യമാകും? അറിയുന്നവൻ അറിയപ്പെടുന്നത്, ഇത് രണ്ടും വിഭിന്നമായേ പറ്റൂ. അറിയുന്നവൻ അറിയപ്പെടുന്നതാവാൻ പറ്റില്ല, അറിയപ്പെടുന്നത് അറിയുന്നവനാവാനും പറ്റില്ല. ഇത് രണ്ടും ഉത്തര ദക്ഷിണ ധ്രുവങ്ങൾ പോലെ തികച്ചും വിഭിന്നങ്ങളാണ്. ഇവയ്ക്ക് തമ്മിൽ ഒരു ബന്ധവുമില്ല. അങ്ങനെയുള്ളപ്പോൾ സാക്ഷിഭാവം എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ കുഴപ്പമെന്തെന്നോ? നിങ്ങൾ എന്തിൻ്റെ സാക്ഷിയാണ് എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. നിങ്ങളല്ലാത്ത ഒന്നിൻ്റെ സാക്ഷിയാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ദ്വൈതത്തിലാണ്. നിങ്ങൾ അദ്വൈതത്തെ സാക്ഷാത്കരിച്ചിട്ടില്ല. അല്ല, ഞാൻ അദ്വൈതത്തിൻ്റെ സാക്ഷിയാണ്, ബ്രഹ്മത്തിൻ്റെ സാക്ഷിയാണെന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയാൻ ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ ബ്രഹ്മത്തിൻ്റെ സാക്ഷിയാകും? ഞാൻ ബ്രഹ്മമാണ്, അങ്ങനെ പറഞ്ഞോളൂ. അത് ശരി, ഞാൻ ബ്രഹ്മമാണ്, അഹം ബ്രഹ്മാസ്മി, അല്ലാതെ സാക്ഷിയും സാക്ഷയും ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. പക്ഷേ ആരംഭഘട്ടത്തിൽ നിങ്ങളുടേത് എന്ന് നിങ്ങൾ കരുതുന്ന എല്ലാറ്റിൻ്റെയും സാക്ഷിയാണ് നിങ്ങൾ, അല്ലെങ്കിൽ ആത്മാവ് എന്നൊക്കെ പറയും. എന്തിന്? ആ ആത്മാവിനെ ദൃശ്യങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ദ്രഷ്ടാവായി മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അന്തിമമായ വിചാരത്തിൽ, വിശകലനത്തിൽ ആത്മാവ് ഒന്നിൻ്റെയും സാക്ഷിയല്ല. കാരണം ആത്മഭിന്നമായി മറ്റൊന്നുമില്ല. മറ്റൊന്നിനാണ് നമ്മൾ സാക്ഷിയായിരിക്കുന്നത്. സാക്ഷിഭാവം എന്ന് പറയുമ്പോൾ വേറെ ഏതോ ഒന്നുണ്ട്, അതിന് ഞാൻ സാക്ഷി. ഞാൻ എൻ്റെ തന്നെ സാക്ഷി എന്നാരും പറയാറില്ല. ജീവഭാവത്തിൻ്റെ സാക്ഷിയാണ് ആത്മാവ് എന്ന് വേദാന്തം പറയുമ്പോൾ ജീവഭാവത്തിൻ്റെയും സാക്ഷി, ജീവൻ്റെ ആവിർഭാവ തിരോഭാവങ്ങളെ മനസ്സിലാക്കുന്നതാണ് ജീവൻ്റെയും അടിസ്ഥാനമായിരിക്കുന്ന ബ്രഹ്മം. ആ ബ്രഹ്മം അതിൻ്റെ നിഴലാണ് ജീവൻ.
ഈ ജീവൻ ഞാൻ തന്നെ ബ്രഹ്മം എന്നറിയുമ്പോൾ ആരുടെ സാക്ഷിയായി മാറുന്നു? ബ്രഹ്മം ജീവഭാവത്തിൻ്റെ സാക്ഷി. ഓക്കെ, പക്ഷെ അപ്പോഴും അവിടെ ദ്വൈതമാണ്. ഞാൻ ജീവഭാവം, അതിൻ്റെ സാക്ഷി ബ്രഹ്മം. ജീവൻ തന്നെ ബ്രഹ്മമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ തന്നെയാണ് ആത്മാവ് എന്ന് സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവഭാവമില്ല, പിന്നെ ബ്രഹ്മഭാവം മാത്രമേ ഉള്ളൂ. ബ്രഹ്മഭാവത്തിന് ബ്രഹ്മം തന്നെ സാക്ഷി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് സാക്ഷിഭാവം പോലും ഈ ആത്മാവിൽ യഥാർത്ഥത്തിൽ ഇല്ല. അത് ഫൈനൽ സ്റ്റേജാണ്, അന്തിമമായ അവസ്ഥയാണ്. അതുവരെ നമുക്ക് ആത്മാവ് എല്ലാറ്റിൻ്റെയും സാക്ഷിയാണ് എന്ന് പറയാം. അങ്ങനെ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. കേവലം എന്ന് പറഞ്ഞാൽ അതിൽ ഒരു തരത്തിലുള്ള ദ്വൈതവും സാധ്യമല്ല. സാക്ഷിഭാവം എന്ന് പറയുന്നത് പോലും ഒരർത്ഥത്തിൽ ദ്വൈതാനുഭവമാണ്. കാരണം അവിടെയും രണ്ടുണ്ട്, സാക്ഷിയും സാക്ഷ്യം വഹിക്കുന്ന മറ്റൊന്നും. പോയില്ലേ, ദ്വൈതമായില്ലേ? യത്ര നാന്യത് പശ്യതി നാന്യത് ശൃണോതി നാന്യത് വിജാനാതി സഭൂമ. ഈ ആത്മാവിനെ അനന്തമായ സത്യം എന്നാണ് ഉപനിഷത്തുകൾ വർണ്ണിക്കുന്നത്. അനന്തമായ സത്യം എന്ന് പറഞ്ഞാൽ എവിടെ മറ്റൊന്ന് കാണപ്പെടാനില്ലയോ, എവിടെ മറ്റൊന്ന് കേൾക്കപ്പെടാനില്ലയോ, എവിടെ മറ്റൊന്ന് അറിയപ്പെടാനില്ലയോ, ആ അനന്തമായ പൂർണ്ണമായ അനുഭൂതിയാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. പറഞ്ഞാൽ കുറഞ്ഞു പോകും. അതിനെ വിവരിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ മാഹാത്മ്യത്തിന് കളങ്കമുണ്ടാവും. അതിനെ കളങ്കപ്പെടുത്തുന്നതാണ് ആത്മാവിൻ്റെ സ്വച്ഛതയെ, അതിൻ്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്നവയാണ് വാക്കുകളെല്ലാം തന്നെ. മഹാവാക്യങ്ങൾ പോലും ആത്മാവിലെ കളങ്കങ്ങളാണ്. തത്വമസി, അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട മഹാവാക്യം, മൂന്നാമത്തെ മഹാവാക്യം. നീ അതാണ് എന്ന് ആചാര്യൻ ശിഷ്യനെ നോക്കി ഉപദേശിക്കുകയാണ്. നീ അതാണ്. അപ്പോൾ നീ അത് രണ്ടിനെ അംഗീകരിച്ചാലല്ലേ ഇവയ്ക്ക് തമ്മിൽ ഭേദമില്ല എന്ന് ഉപദേശിക്കാൻ കഴിയുകയുള്ളൂ. ആചാര്യൻ ആചാര്യസ്ഥാനത്തിരിക്കണം, ശിഷ്യൻ ശിഷ്യൻ്റെ സ്ഥാനത്തിലിരിക്കണം. ഈ ഉപദേശം എന്നുള്ളത് ദ്വൈതതലത്തിലാണ്. ആത്മാനുഭവത്തിൽ ഗുരു ശിഷ്യന്മാർ തന്നെ ഇല്ല. ഗുരു ശിഷ്യൻ ഈ വ്യത്യാസം ദ്വൈതമാണ്. പക്ഷേ ദ്വൈതത്തിൽ ഇരുന്നു കൊണ്ട് ഉപദേശിക്കാൻ പറ്റൂ. ഒന്നേ ഉള്ളൂ എന്ന സത്യത്തെ മനസ്സിൽ ധ്യാനിച്ചിട്ട് അല്ലെങ്കിൽ സ്മരിച്ചിട്ടാണ് ഗുരു ശിഷ്യനെ ഉപദേശിക്കാൻ തുടങ്ങുന്നത് തന്നെ. എൻ്റെ മുമ്പിലിരിക്കുന്ന ശിഷ്യൻ ഞാൻ തന്നെയാണ്. എന്നെ അറിയില്ല എന്ന് എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ആ അറിയില്ല എന്ന് പറയുന്ന എന്നെ അറിയാം എന്ന് പറയുന്ന അല്ലെങ്കിൽ അറിഞ്ഞ ഞാൻ ആ അറിയാത്ത ഞാനിനെ ഉപദേശിക്കുന്നു. ഒന്നിനും ഒരർത്ഥവുമില്ല. ഈ ഏകത്വം പിടികിട്ടിയാലേ വേദാന്തം മനസ്സിലാവും. ഈ വേദാന്തം ഏകത്വം പിടികിട്ടാൻ വേണ്ടിയാണ്. ഏകത്വം അത്ര പെട്ടെന്ന് പിടികിട്ടുകയില്ല എന്നുള്ളതാണ് സത്യം. ഈശ്വര കൃപ കൊണ്ട്, ആചാര്യ പരമ്പരയുടെ അകമഴിഞ്ഞ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഈ ആത്മജ്ഞാനം ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രകാശിക്കുകയുള്ളൂ. ആ ആത്മജ്ഞാനം നേടുമ്പോഴാണ് സകല ഭേദങ്ങളും അപ്രത്യക്ഷമാകുന്നത്. അതുവരെ ഭേദം ബാക്കി നിൽക്കും. ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം ഉണ്ടാവും. ഞാൻ വേറെ, ഈശ്വരൻ വേറെ. ഞാനെങ്ങനെ ഈശ്വരനാവും? ഞാൻ സാധാരണക്കാരൻ, ഒരൽപ്പൻ. ഏതാനും വർഷങ്ങൾ ഈ ഭൂമുഖത്ത് ജീവിച്ച് മരിച്ചു പോകുന്നവനാണ് ഞാൻ.
പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നടത്തുന്നവനാണ് ഈശ്വരൻ. ഞാനെങ്ങനെ ഈശ്വരനാവും? അപ്പോൾ ഈ ഭേദം എപ്പോഴും ജീവൻ്റെ ഉള്ളിലുണ്ടാവും. ജീവൻ, ഈശ്വരൻ, ജഗത്ത്, ഇതാണ് പ്രധാനപ്പെട്ട 3 ഭേദങ്ങൾ. ഈ ത്രിപുടി നശിക്കുന്ന നിലയാണ് ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ആത്മജ്ഞാനം. ഞാൻ, അതാണ് ജീവഭാവം, എൻ്റെ അനുഭവത്തിലുള്ള ജഗത്ത്, ആ ജഗത്തിനെ സൃഷ്ടിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരൻ. ഇങ്ങനെ 3 എണ്ണമില്ല. ഈ 3 ഇല്ലാത്ത, ഈ 3 അഖണ്ഡബോധത്തിലെ വെറും ഭ്രമം മാത്രമാണ്. ഞാൻ ആ അഖണ്ഡബോധമാണ് എന്നുള്ള അറിവാണ് വാസ്തവത്തിൽ ആത്മജ്ഞാനം. ആ ആത്മജ്ഞാനത്തിൽ സകല ഭേദങ്ങളും നഷ്ടമാകുന്നു. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. അങ്ങനെ ഒരു ശ്ലോകമുണ്ട്. ദൃഷ്ട ആത്മനി ഈശ്വരേ എന്നൊരു പാഠഭേദവുമുണ്ട്. ഒരെണ്ണം ശ്രീമദ് ഭാഗവതത്തിൽ വരുന്നതാണ്, മറ്റേത് ഏതോ ഒരു ഉപനിഷത്തിൽ വരുന്നതാണ്. കാര്യം ഒന്ന് തന്നെയാണ്. എല്ലാ ഭേദങ്ങളും അസ്തമിക്കും, സംശയങ്ങളെല്ലാം തീർന്നു കിട്ടും, ഒന്നിനെക്കുറിച്ചും ഒരു സംശയവും ഉണ്ടാവില്ല. ഹൃദയഗ്രന്ഥികൾ തകർക്കപ്പെടും. ഹൃദയഗ്രന്ഥി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നരമ്പ് എന്നല്ല, ഹാർട്ടിലേക്ക് പോകുന്ന ഞരമ്പല്ല. അപ്പോൾ പിന്നെ ഈ ജ്ഞാനികളെല്ലാം ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോകണമല്ലോ, അങ്ങനെ ഒന്നും ആരും ചത്തുപോയിട്ടില്ല. ഹൃദയഗ്രന്ഥി എന്ന് പറഞ്ഞാൽ അഹന്തയും മമതയും, ഞാൻ എൻ്റേത്, ഈ 2 ഭാവങ്ങളാണ് ഹൃദയഗ്രന്ഥികൾ. അതൊക്കെ അപ്രത്യക്ഷമാകും. സകല സംശയങ്ങളും ഛേദിക്കപ്പെടും. അവൻ്റെ കർമ്മങ്ങൾ അവനെ വിട്ട് ഒഴിഞ്ഞു പോകും. കർമ്മവാസനകളെല്ലാം നഷ്ടമാകും. അവൻ പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന, പൂർണ്ണ ആനന്ദം അനുഭവിക്കുന്ന അഖണ്ഡബോധമായി ബാക്കി നിൽക്കും. അയാളുടെ ഉള്ളിൽ വ്യക്തിത്വം തന്നെ ഒരു നിഴൽ പോലെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ജ്ഞാനികൾ ഈശ്വരനേക്കാളും ഒരു പടി മേലെയാണ്. ദൈവം നമ്മോട് സംസാരിക്കാറില്ല. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അദ്ദേഹം പ്രശ്നപരിഹാരം ഉണ്ടാക്കിത്തരും എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. ശരീരത്തോടു കൂടി നടക്കുന്ന ഈശ്വരനാണ് ജ്ഞാനി. ആ ജ്ഞാനിയിൽ നിന്നാണ് നമുക്ക് ജ്ഞാനം ലഭിക്കുന്നത്. ഈ ഗുരുവിനെ ലഭിക്കുന്നത് തന്നെ ഈശ്വര കൃപയാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശാസ്ത്രങ്ങൾ. ഒരു സദ്ഗുരുവിനെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് തികഞ്ഞ ഈശ്വര കൃപ കാരണമാണ്. തികഞ്ഞ ഈശ്വര കൃപ ആർക്കാണ് കിട്ടുന്നത്? പുണ്യം ചെയ്തവർക്ക്. ആരാണ് പുണ്യം ചെയ്യുന്നത്? ജീവന്മാർ. അതുകൊണ്ട് നമ്മൾ വേണം നമ്മെ ഉദ്ധരിക്കാൻ. നമ്മൾ ചെയ്യുന്ന പുണ്യത്തിൻ്റെ ആകത്തുകയാണ് നമുക്കൊരു സദ്ഗുരുവിനെ ലഭിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് സദ്ഗുരുവിന് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. ജ്ഞാനം അത് സദ്ഗുരുവിൻ്റെ കൃപയല്ലേ? അങ്ങനെ പറയാം. ഈശ്വര കൃപയല്ലേ വാസ്തവത്തിൽ ജ്ഞാനം ഉള്ളിൽ പ്രകാശിക്കാൻ കാരണം? നിങ്ങൾ വീണ്ടും ഭേദത്തിലേക്ക് പതിച്ചു പോകുന്നു. ഗുരു വേറെ, ഈശ്വരൻ വേറെ ഇല്ല. ഈശ്വരൻ തന്നെ ഗുരുവിൻ്റെ രൂപത്തിൽ വന്ന് നിങ്ങളുടെ ഉള്ളിൽ ജീവനായിരിക്കുന്ന വ്യക്തിക്ക്, ആ ജീവാത്മാവിനെ ഉപദേശിക്കുന്നു, ഉദ്ധരിക്കുന്നു. ഇത് വെറും ഒരു നാടകമാണ്. ഉപദേശിക്കുക, ഉപദേശിക്കുന്ന ഒരു വ്യക്തി, ഉപദേശം കേൾക്കുന്ന ഒരു വ്യക്തി, ഉപദേശത്തിലൂടെ ജ്ഞാനം ലഭിച്ചു എന്ന് കരുതുന്നു. ഗുരുകൃപ, ഈശ്വരകൃപ എന്നൊക്കെ പറയുന്നു. എന്തു തന്നെ ആയാലും ജ്ഞാനം നേടണം എന്നുള്ള കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പരമേണ പ്രയത്നേന ന മനോനാമ യാസ്യതി അതയേവ നോ മനഃ പരമേണാഭിപ്രയത്നേന പ്രവർത്തമാനം
ബ്രഹ്മണി ഝടിതി നയാസ്യതി. അതുകൊണ്ട് ഈ മനസ്സ് അത്യന്തം ചഞ്ചലമാണ്. അത് അത്ര പെട്ടെന്നൊന്നും ഭേദചിന്തയിൽ നിന്ന് മുക്തമാവുകയില്ല. അതുകൊണ്ട് പരമേണ പ്രയത്നേന, അങ്ങേയറ്റത്തെ പ്രയത്നം കൊണ്ട് അതികഠിനമായി പരിശ്രമിച്ചാലല്ലാതെ ബ്രഹ്മണി ഝടിതി നയാസ്യതി, ബ്രഹ്മത്തിൽ പെട്ടെന്ന് ആ മനസ്സ് ചെന്നെത്തില്ല. അതിന് മഹത്തായ ഒരു പരിശ്രമം ആവശ്യമുണ്ട്. നിരന്തരമായ പ്രയത്നത്തിലൂടെയാണ് ഒരാൾ ആത്മതത്വത്തെ സാക്ഷാത്കരിക്കുന്നത്. ഗളകണ്ഠോത്ഥിതസ്യ സ്ഫോടസ്യ ഗളേനേവ വ്യവഹിത സംബന്ധ ഭ്രാന്തി ദാർഢ്യാദിത്യാഹ. കഴുത്തിലുള്ള ഒരു മുഴ, ആ മുഴയിൽ ഒരു വ്രണം, എല്ലാം കൂടെ എത്രയുണ്ട്? കഴുത്ത് മാത്രമേ ഉള്ളൂ. കഴുത്തിലെ മുഴ എന്ന് പറയുന്നത് കഴുത്ത് തന്നെയാണ്, കഴുത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. മുഴയിലെ വ്രണം എന്ന് പറയുന്നത് മുഴയുടെ ഭാഗമാണ്. വ്രണം മുഴയുടെ ഭാഗം, മുഴ കഴുത്തിൻ്റെ ഭാഗം, എല്ലാം കൂടെ കഴുത്ത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ആ ബ്രഹ്മം ശക്തിയായ മായയോടുകൂടി ചേരുമ്പോൾ ഈശ്വരൻ, ആ ഈശ്വരൻ ജീവന്മാരെയും ജഗത്തിനെയും സൃഷ്ടിക്കുന്നു എന്ന് എന്തൊക്കെ പറഞ്ഞാലും ബ്രഹ്മം മാത്രമേ ഇവിടെ ഉള്ളൂ. കാര്യം ഒന്ന്, ഒരൊറ്റ കാര്യമേ നമുക്കിവിടെ ഗ്രഹിക്കാനുള്ളൂ. ഒരുപാടൊന്നും പഠിക്കാനില്ല, പറയാനില്ല, കേൾക്കാനുമില്ല. ഒന്നേ ഉള്ളൂ. അയ്യോ, ഇത് വളരെ എളുപ്പമാണല്ലോ. കേൾക്കാൻ എളുപ്പമാണ്, അനുഭവിക്കാനാണ് പ്രയാസം. ഒന്നേ ഉള്ളൂ. എൻ്റെ മുമ്പിലിരിക്കുന്നയാൾ ബ്രഹ്മം എന്ന് ബാലകൃഷ്ണൻ നായർ സാർ പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കുറേ നേരം ചുമച്ചിട്ട് ചുമയും ബ്രഹ്മം. എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ ഉള്ളത് പറയാം, സത്യം പറയാം. അദ്ദേഹം പറയുന്നതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായിട്ടില്ല. എല്ലാറ്റിനെയും ബ്രഹ്മമായി അദ്ദേഹം കാണുന്നു, അനുഭവിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് എന്ത് തരത്തിലുള്ള അനുഭവമാണ്? ശരീരത്തിൽ വരുന്ന മുഴകളെ ഇത് ശിവലിംഗമാണ് എന്ന് രമണ മഹർഷി പറഞ്ഞതിൻ്റെ പൊരുളും ഇത് തന്നെയാണ്. വലിയ വേദനയുണ്ടാക്കുന്ന സാർക്കോമ എന്നുള്ള, അത് ക്യാൻസറാണത്. മുഴയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ. ക്യാൻസറാണ്, വേദനയുളവാക്കുന്ന മുഴയാണ് ഈ സാർക്കോമ. അത് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യണ്ടേ എന്ന് ഭക്തന്മാർ ചോദിച്ചപ്പോൾ ശിവലിംഗത്തെ ആരെങ്കിലും എടുത്തു മാറ്റുമോ? സാക്ഷാത് ശിവലിംഗം. ഈ ശിവലിംഗത്തെ നിങ്ങൾ എടുത്തു മാറ്റിയാൽ മറ്റൊരു സ്ഥലത്ത് ഈ ശിവലിംഗം വീണ്ടും പ്രത്യക്ഷപ്പെടും. ക്യാൻസർ എന്ന് പറയുന്നത് അതാണല്ലോ, അല്ലേ? ഒരിടത്ത് കീമോതെറാപ്പിയോ അല്ലെങ്കിൽ റേഡിയേഷനോ കൊണ്ട് ആ ക്യാൻസർ സെൽസിനെ നമ്മൾ നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്താൽ വേറൊരു സ്ഥലത്ത് വരും. പുറ്റുപോലെയാണ് തമിഴിൽ ഈ ക്യാൻസറിന് പറയുന്നത്. പുറ്റുനോയ് എന്നാണ്. പുറ്റുനോയ്. പുറ്റ് ഇങ്ങനെ വ്യാപിച്ച് വർദ്ധിച്ച് പടരുന്നത് പോലെ. മൺപുറ്റുകളുണ്ടല്ലോ, അതിങ്ങനെ വർദ്ധിച്ച് വളർന്നു വരും. ആദ്യം ചെറിയ ഒന്നായിരിക്കും, അതിങ്ങനെ വളർന്ന് പെരുകും. അതുപോലെ പുറ്റുപോലെ പെരുകുന്ന ഒരു വ്യാധി ആയതുകൊണ്ടാണ് ക്യാൻസറിന് തമിഴിൽ പുറ്റുനോയ്. നോയ് എന്ന് പറഞ്ഞാൽ വ്യാധി, അസുഖം, രോഗം എന്നർത്ഥം. ബാലകൃഷ്ണ സാറിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഭയപ്പെടാനൊന്നുമില്ല, ജഡത്തിൻ്റെ ജീർണത എന്ന് പറയും. എന്നായാലും ഇത് ഒരു ദിവസം ജീർണിച്ചു പോകും. അത് വയസ്സായി ജീർണിക്കുന്നു ചിലരുടെ കേസിൽ. ചിലർക്ക് കൊച്ചിലെ തന്നെ ക്യാൻസർ വന്ന് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളായി ആ കോശങ്ങൾ നശിക്കുന്നു, അഴുകുന്നു, ചീഞ്ഞു പോകുന്നു. വായിലെ ക്യാൻസർ, തൊണ്ടയിലെ ക്യാൻസർ, വായിലെ ക്യാൻസർ, അതിൻ്റെയൊക്കെ പടമുണ്ട്. കണ്ട ഭീകരമായിരിക്കും. വായിലുള്ള ക്യാൻസർ അത് ജഡത്തിൻ്റെ ജീർണതയാണ്. ജഡത്തിൻ്റെ ജീർണതയെ ഭയപ്പെടുന്നവർ ജീവിതം മുഴുവൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കണം. തൻ്റെ ശരീരത്തിൽ
ആകുന്ന ജഡം ജീർണിക്കുമ്പോഴല്ല, ഏത് ജഡവും എല്ലായ്പ്പോഴും ജീർണിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന സത്യം തിരിച്ചറിയുന്നവന്, അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നവന് ജഡത്തിൻ്റെ ജീർണതയെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ മരണത്തെ എന്തിനു ഭയപ്പെടണം? ഇപ്പം ഞാൻ മരിക്കുന്നില്ല, ഞാൻ ജീവിക്കുന്നു, കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ മരിച്ചു പോകും, അങ്ങനെ ചിന്തിക്കുന്നവനാണ് മരണത്തെ ഭയപ്പെടേണ്ടതായിട്ടുള്ളത്. ഞാൻ ഇപ്പോഴേ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് തുടങ്ങിയത്. ജനിച്ച അന്ന് മുതൽ ഓരോ ശിശുവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സത്യം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വ്യക്തി, ഇതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഇതിനെ നമുക്ക് ദഹിപ്പിക്കാൻ പറ്റണം, സ്വാംശീകരിക്കാൻ പറ്റണം. സ്വാംശീകരിക്കാൻ കഴിഞ്ഞാൽ മരണഭയം അപ്പോൾ ഇല്ലാതാവും. ഇപ്പോഴേ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി എന്ത് മരണം? അല്ല, ഈ ശരീരം പൂർണ്ണമായി നഷ്ടപ്പെടും. അത് കുറച്ചായിട്ട് നഷ്ടപ്പെടും, അവസാനം അതങ്ങ് ഇല്ലാതാവും. നമ്മൾ ഒരു കീറിയ ഷർട്ടോ മുണ്ടോ ഊരി കളയുന്നത് പോലെ കളഞ്ഞിട്ട് ഇവിടുന്ന് പോകേണ്ടി വരും. പക്ഷേ ആ മരണം എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പേ ഇത് ഷർട്ടാണെന്നറിയണം. ഇത് ഓണക്കോടിയാണ്, എൻ്റെ ഓണക്കോടിയാണിത്. ഇന്നാണ് ഇടാൻ സമയം കിട്ടിയത്. നിങ്ങളൊക്കെ ചോദിച്ചാണ്, സാർ പുതിയ ഷർട്ട് ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണല്ലോ. ഓണത്തിനൊരു സുഹൃത്ത് എനിക്ക് എടുത്തു തന്നതാണ്. സാറിനൊരു ഓണക്കോടി ഇരിക്കട്ടെ. ഈ ഓണക്കോടി വേറൊരു കോടി ഷർട്ടിൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്നതാണ്. ആ ഷർട്ടിൻ്റെ പേരാണ് ശരീരം. അത് കുറേ പഴക്കമുള്ളതാണ്. ഒരു 54-55 വയസ്സ് പഴക്കമുള്ള ഒരു ഷർട്ടാണ് ഈ ശരീരം എന്ന് പറയുന്നത്. അതിൻ്റെ പുറത്ത് പുതിയ ഒരു ഷർട്ട് ഇട്ടിരിക്കുന്നു. ഈ ശരീരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഷർട്ടിൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായ നഗ്നനേത്രങ്ങൾക്ക് വിഷയീഭവിക്കാത്ത വേറെയും 4 ഷർട്ടുകളുണ്ട്. ഇങ്ങനെ 5 ഷർട്ടിൻ്റെയും പുറമേയുള്ള ഷർട്ടും കൂടെ ചേർത്താൽ 6 ഷർട്ടിൻ്റെയും ഉള്ളിലിരിക്കുന്നവനാണ് യഥാർത്ഥ ഞാൻ, ആത്മാവ് എന്നർത്ഥം. ഇപ്പോൾ ഷർട്ടൂരിക്കളയാൻ തയ്യാറാകാത്തവൻ ആത്മാവിനെ അറിയില്ല. ഷർട്ടിൽ താതാത്മ്യപ്പെടരുത്. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം, ഇങ്ങനെ 5 കോശങ്ങളാണ് ഓരോ ജീവനുമുള്ളത്. അവയെ കോശങ്ങളായി തിരിച്ചറിയണം. കോശങ്ങളുടെ ഉള്ളിൽ ഇവ കോശങ്ങളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ചൈതന്യം ഉള്ളിലുണ്ട്. അതാണ് ആത്മാവ്. പക്ഷേ ആ ആത്മാവിന് പറ്റുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഷർട്ട് ഇട്ടപ്പോൾ താൻ ഷർട്ടാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ചിലർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അലക്സാണ്ടറിൻ്റെ വേഷം കെട്ടി അരങ്ങിലേക്ക് വരുന്ന ഒരു നടൻ ക്ഷണനേരത്തിൽ താനൊരു നടനാണ് എന്നുള്ള കാര്യം വിസ്മരിച്ച് ഞാൻ യഥാർത്ഥ അലക്സാണ്ടറാണ് എന്ന് വിചാരിച്ചാൽ എന്തായിരിക്കും കഥ? മുമ്പിലിരിക്കുന്നവനെ അപ്പം തന്നെ വെട്ടി ലെവലാക്കി കളയും. കാരണം ഞാൻ അലക്സാണ്ടറാണ്, മുമ്പിലുള്ളത് എൻ്റെ ശത്രുവാണ്. അപ്പോൾ നടൻ ഒരിക്കലും താൻ നടനാണ് എന്നുള്ള കാര്യം മറക്കരുത്. മറക്കാതെ വേണം അഭിനയിക്കാൻ. അരങ്ങിൽ വന്നപ്പോൾ താൻ നടനാണ് എന്ന കാര്യം മറന്നുപോയ നടനാണ് ജീവൻ. ഞാനിവിടെ പെർമനൻ്റായിട്ട് സുഖവാസത്തിന് വന്നതാണ്. ഈ ലോകത്തുള്ള സുഖങ്ങളൊക്കെ അനുഭവിച്ച് രസിക്കാനാണ് ദൈവം എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്ന് വിചാരിച്ച് കഴിയുന്നവർ, അവരാണ് മോഹിതർ, മായയിൽ കുടുങ്ങിയവർ. മോഹം എന്ന് പറയുന്നത് ഈ പഞ്ചകോശങ്ങളിലുമുള്ള താതാത്മ്യമാണ്. ബാഹ്യപദാർത്ഥങ്ങൾ, ഇന്ദ്രിയ സുഖങ്ങൾ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നിങ്ങളുടെ തന്നെ വ്യക്തിത്വത്തിൻ്റെ അംശങ്ങളായിരിക്കുന്ന ഈ പഞ്ചകോശങ്ങൾ, ഇത് ഞാനാണ് എന്ന് വിചാരമുണ്ടോ? നിങ്ങൾ മായയിലാണ്. മായയുടെ പിടിയിൽ നിന്ന് മുക്തരായിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഈ ആത്മതത്വത്തിൽ അത്ര പെട്ടെന്ന് ചെന്നെത്താൻ പറ്റില്ല എന്ന് തന്നെയാണ്
വ്യാഖ്യാതാവിൻ്റെയും അഭിപ്രായം. ഗളഗണ്ഡോത്ഥിതസ്യ സ്ഫോടസ്യ ഗളേനേവ വ്യവഹിത സംബന്ധ ഭ്രാന്തി ദാർഢ്യാദിത്യാഹ. കഴുത്ത്, അതിലെ മുഴ, അതിലെ വ്രണം, ഇതൊക്കെ കഴുത്ത് തന്നെയാണ്. കഴുത്ത് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ മുഴയും മുഴയിലെ വ്രണവും പ്രത്യക്ഷപ്പെടില്ലായിരുന്നു. അതുപോലെ ബോധത്തിലുണ്ടെന്ന് തോന്നുന്ന പഞ്ചഭൂതവും ആ പഞ്ചഭൂതങ്ങളുടെ സമാഹാരമായ ശരീരങ്ങളും ബോധമാവാനേ പറ്റൂ. ബോധഭിന്നമായ ഒന്നാവാൻ പറ്റില്ല. അതുകൊണ്ട് മായാദൃശ്യങ്ങൾ അവയൊക്കെ ഉപേക്ഷിക്കണം, അതിലൊന്നും ഭ്രമിക്കരുത് എന്ന് പറയുന്നു. പക്ഷെ പറ്റുന്നില്ലല്ലോ. പറ്റുന്നില്ലെങ്കിൽ വേറൊരു വഴി പറഞ്ഞു തരാം. ഇതൊക്കെ ബ്രഹ്മമാണ് എന്നങ്ങ് തീരുമാനിക്കൂ. അത് പറ്റുമോ? അതും പറ്റില്ല. അതും എന്നെ കൊണ്ട് പറ്റില്ല എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ എനിക്കും പറ്റില്ല എന്നേ ഏത് ജ്ഞാനിയും പറയൂ. ഈ രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ പ്രപഞ്ചം മിഥ്യയാണെന്ന് തീരുമാനിക്കുക, തള്ളിക്കളയുക. എങ്ങനെ? മനസ്തലത്തിൽ നിന്ന്. ഒന്നിനും വാസ്തവികത കൽപ്പിക്കരുത്. ബാഹ്യലോകത്തിൽ നിന്ന് ഒന്നിനെയും ആഗ്രഹിക്കരുത്. കാരണം ഇതൊക്കെ വെറും ഭ്രമം, ഉണ്ടെന്ന് തോന്നുന്നവ. ഞാനെന്തിന് ഇതിൽ പിടിമുറുക്കണം? അങ്ങനെ നിസ്സംഗനായി ജീവിക്കൂ. അത് പറ്റുന്നില്ല എങ്കിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു മാർഗമാണ്. ഇത് മിഥ്യയാണ് എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഇതെല്ലാം ഈശ്വരനാണെന്ന് തീരുമാനിക്കൂ. എല്ലാം ബ്രഹ്മമാണെന്ന് തീരുമാനിക്കൂ. നിങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന സുഖങ്ങളും നിങ്ങൾ അനുഭവിക്കരുത്, ഞാൻ അനുഭവിക്കാൻ പാടില്ല എന്ന് വെറുക്കുന്ന ദുഃഖങ്ങളും ഈ സുഖങ്ങളെ ആശിക്കുകയും ദുഃഖങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഞാനും എല്ലാം ഒരേ ബ്രഹ്മത്തിലെ പ്രകടനങ്ങൾ എന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കൂ. ദൃക്കും ദൃശ്യവും ബ്രഹ്മത്തിലെ രണ്ട് പ്രകടനങ്ങൾ, രണ്ടും ബ്രഹ്മം തന്നെ. ഇത് ഒരു മാർഗം. അതല്ല, ദ്രഷ്ടാവിനാണല്ലോ പ്രശ്നം, ദൃശ്യത്തിന് പ്രശ്നമില്ല. ദ്രഷ്ടാവാണ് ദൃശ്യങ്ങളിൽ മയങ്ങുന്നത്. ഒരു കാര്യം ചെയ്യൂ, ദൃശ്യം മായയാണെന്ന് തീരുമാനിക്കൂ. അല്ലെങ്കിൽ ദ്രഷ്ടാവും ദൃശ്യവും ബ്രഹ്മത്തിൻ്റെ തന്നെ പ്രകടനങ്ങൾ എന്ന് തീരുമാനിക്കൂ. ഈ രണ്ട് മാർഗമല്ലാതെ മൂന്നാമതൊരു മാർഗം ഇല്ല. ഒന്നുകിൽ സർവം ബ്രഹ്മമയം, അല്ലെങ്കിൽ ജഗൻ മിഥ്യ. കഴിഞ്ഞു. അല്ല, വേറൊരു ഓപ്ഷൻ കൂടെ തരുമോ? ഒരു ചോയ്സ് കൂടെ തരുമോ? വേറെ ചോയ്സ് ഇല്ല. ഈ രണ്ട് മാർഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ അവലംബിച്ചേ പറ്റൂ. അല്ലാതെ മായയെ തരണം ചെയ്യാൻ സാധ്യമല്ല. ബ്രഹ്മൈവാസത്യ പുരുഷഃ സത്യവച്ചാനുഭൂയതേ സ്ഥിതം തതഃ പ്രഭൃത്യേവ നത്വളീകമിദം തതം. ബ്രഹ്മൈവ അസത്യപുരുഷഃ. അസത്യപുരുഷൻ എന്ന് പറഞ്ഞാൽ മിഥ്യാപുരുഷൻ. ആരാണ് മിഥ്യാപുരുഷൻ? ബ്രഹ്മം കെട്ടിയ വേഷം, അതാണ് ജീവൻ. ഈ ജീവൻ വാസ്തവത്തിൽ ബ്രഹ്മം തന്നെ. കഥാപാത്രം എപ്പോഴും നടൻ തന്നെയാണ്. നടനെ വിട്ട് കഥാപാത്രത്തിന് നിലനിൽപ്പില്ല. ഞാനൊരു വേഷം കെട്ടി നാടകത്തിലോ സിനിമയിലോ അഭിനയിക്കുമ്പോൾ ആ കഥാപാത്രത്തിന് പ്രാധാന്യമില്ല. കഥാപാത്രത്തെ കാണികളാണ് സത്യമെന്ന് കരുതുന്നത്. നടന് കഥാപാത്രം സത്യമല്ല, നടന് നടൻ മാത്രമാണ് സത്യം. അതുപോലെ എല്ലാം ബ്രഹ്മമാണ്. ബ്രഹ്മമാണ് ഇവിടുത്തെ ഏക നടൻ. സകല വേഷങ്ങളും അദ്ദേഹം കെട്ടിയ വേഷങ്ങളാണ്. അങ്ങനെ എല്ലാം ബ്രഹ്മഭാവമായി കാണാൻ കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മൾ ഈ മായയെ തരണം ചെയ്യും. ബ്രഹ്മൈവ അസത്യപുരുഷഃ. അസത്യൻ, അസത്യം, കള്ളം, മിഥ്യ, മിഥ്യാപുരുഷനായ ജീവൻ അത് ബ്രഹ്മം തന്നെയാണ്. സത്യവച്ച അനുഭൂയത്തെ. മിഥ്യയാണെങ്കിലും സത്യം പോലെയാണ് ജീവന്മാർക്ക് ജീവനെക്കുറിച്ചുള്ള അനുഭവം. നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തിയാണ് എന്നല്ലേ വിചാരിച്ച് കഴിയുന്നത്.
ഞാൻ ഒരാളാണ്, ഒരു വ്യക്തി, മനുഷ്യൻ, അതിൽ തന്നെ സ്ത്രീ, പുരുഷൻ, ബാലൻ, കൗമാരപ്രായക്കാരൻ, യുവാവ്, മധ്യവയസ്കൻ, വൃദ്ധൻ. ഇതൊക്കെ ശരീരത്തിൻ്റെ ഓരോ ഘട്ടങ്ങളല്ലേ. അതിനനുസരിച്ച് നമുക്ക് നമ്മത്തെ കുറിച്ചുള്ള ഭാവങ്ങൾ മാറുന്നു. ഞാൻ കുഞ്ഞായിരുന്നു. ആരാണ് ഞാൻ പതുക്കെ പതുക്കെ വളർന്നു. ഞാൻ വളർന്നപ്പോൾ ഈ ഞാനെന്നുള്ള അനുഭവം വളർന്നോ? ഇല്ല, ശരീരമാണ് വളർന്നത്. ശിശുവിൻ്റെ ശരീരം മാറി ബാലൻ്റെ ശരീരമായി, പിന്നീട് ഒരു യുവാവിൻ്റെയോ യുവതിയുടെയോ ശരീരമായി. ഈ ശരീരത്തിൻ്റെ പരിവർത്തനങ്ങളെ തനിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളായി തെറ്റിദ്ധരിക്കുന്നത് ശരീരത്തെ താനെന്ന് കരുതുന്നത് കൊണ്ടാണ്. അതാണ് തെറ്റിദ്ധാരണ. അതിനെയാണ് ദേഹാത്മഭാവം എന്ന് പറയുന്നത്. ദേഹാത്മഭാവത്തെ പരിത്യജിക്കാതെ ആത്മഭാവത്തിൽ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ശരീരമായി കരുതരുത്. മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, ബുദ്ധി ഇവയൊന്നും താനല്ല. ഇവയൊന്നുമായിട്ടും തനിക്ക് പുലബന്ധം പോലുമില്ല. ഞാൻ ശുദ്ധ ചിത്താണ്, ചൈതന്യമാണ് ഞാൻ. ആ ചൈതന്യം അനശ്വരമാണ്, ഒരിക്കലും നശിക്കാത്തതാണ്. അതിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ജനന മരണ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ജനനം മരണം ഇങ്ങനെയുള്ള ഭാവങ്ങളൊന്നും ആത്മാവിൽ യഥാർത്ഥത്തിലില്ല. ഇങ്ങനെ ബ്രഹ്മം തന്നെ മിഥ്യാപുരുഷനായ ജീവൻ എന്ന പോലെ ആയിത്തീർന്ന് സത്യം തന്നെ വാസ്തവം എന്ന് കരുതുന്നു. സ്ഥിതം തതഃ പ്രഭൃത്യേവ നത്വളീകമിതം തതം. ഇങ്ങനെ തന്നിൽ ഒരു ജീവഭാവത്തെ ആരോപിച്ച് ഞാനൊരാളാണ് എന്ന് തീരുമാനിച്ച് ജീവൻ ഈ ലോകത്തിൽ ജീവിക്കുന്നു. പക്ഷേ ശരീരം നശിക്കുന്നതാണ്. അപ്പോൾ ഓരോ ശരീരങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്നു. ആ ശരീരവുമായി താതാത്മ്യപ്പെട്ട് കഴിയുന്നു. ശരീരം പോകുമ്പോൾ സൂക്ഷ്മ ശരീരത്തിലായി താതാത്മ്യം. വീണ്ടും വേറെ എവിടെയെങ്കിലും ചെന്ന് ജനിക്കുന്നു, പുനർജനിക്കുന്നു. ഇങ്ങനെ ജീവൻ്റെ ഒടുങ്ങാത്ത സംസാര യാത്ര അത് അനുസ്യൂതം, അനവരതം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനൊരു അന്തം വേണ്ടേ? ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണ്ടേ ഇതിന്? അതെപ്പോഴാണ്? ഞാൻ ദേഹമല്ല എന്ന് അറിയുമ്പോൾ മാത്രമാണ്. ദേഹവുമായിട്ടുള്ള താതാത്മ്യത്തെ ഉപേക്ഷിക്കുന്നത് കൊണ്ടാണ് ഒരാൾ ജ്ഞാനിയാകുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് ഞാൻ ആത്മാവാണ് എന്ന അറിവ് ഉണ്ടാവുകയുള്ളൂ. സ്ഥിതം തതഃ പ്രഭൃത്യേവ നത്വളീകമിതം തതം. ഇത് അസത്താണ്, മിഥ്യയാണ് ജീവഭാവം എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ജീവൻ കള്ളമല്ല. ആദ്യം പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടാണ് പിന്നീട് പറയുന്നത്. എന്തുകൊണ്ട് ജീവൻ മിഥ്യയല്ല എന്ന് പറഞ്ഞാൽ വാസ്തവമാണ് എന്ന് വസിഷ്ഠ മഹർഷി പറയുന്നു എന്ന് ചോദിച്ചാൽ, ബ്രഹ്മമാണ് ജീവനായി പ്രകടമായിരിക്കുന്നത്. ബ്രഹ്മം അസത്യമാണോ? അപ്പോൾ നമ്മെക്കുറിച്ച് എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഞാൻ സത്യമാണോ മിഥ്യയാണോ എന്നുള്ള കാര്യം. എന്നെ ഒരു ജീവനായിട്ട് ഞാൻ കരുതിയാൽ ആ ജീവൻ ജനിച്ചു മരിക്കുന്നവനാണ്, സംസാരിയാണ് ആ ജീവൻ. ആ ഭാവം കള്ളം. കാരണം ബുദ്ധിയിലുള്ള ബോധത്തിൻ്റെ ഒരു നിഴലാണ് ഈ ജീവഭാവം. നിഴലെങ്ങനെ സത്യമാകും? ഇനി അങ്ങനെയല്ല, ബോധം തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഞാനായി പ്രകാശിക്കുന്നത് എന്ന സത്യം തിരിച്ചറിഞ്ഞാൽ, അഥവാ അഹം ബ്രഹ്മാസ്മി എന്ന് മനസ്സിലാക്കിയാൽ ബ്രഹ്മം സത്യമാണ്. അപ്പോൾ ഞാൻ
സത്യാത്മാവായ ആത്മാവ് തന്നെ. അപ്പോഴും ഞാൻ മിഥ്യയല്ല, ജീവനെയാണ് മിഥ്യ എന്ന് പറഞ്ഞത്. ബ്രഹ്മത്തെ മിഥ്യ എന്ന് വേദാന്തം ഒരിക്കലും പറയുന്നില്ല. യഥാ ഗളമേവ ഗണ്ഡാത്മനാ സ്ഥിത്വ തദ്ഗത സ്ഫോടാത്മനാപി സ്ഥിതം അപൃഥക് ഭൂതമപി പൃഥക് സത്യമിവ അനുഭൂയത്തെ. എങ്ങനെയാണോ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ എന്ന് പറഞ്ഞാൽ കഴുത്തിലെ ഒരു മുഴയുടെ കാര്യം പറഞ്ഞല്ലോ, ആ കഴുത്ത് തന്നെയാണ് മുഴയുടെ രൂപത്തിൽ പ്രകടമാകുന്നത്. ആ മുഴയിലുണ്ടായിരിക്കുന്ന വ്രണം മുഴയുടെ തന്നെ ഒരംശമാണ്. ഇങ്ങനെ ഒന്ന് തന്നെ പലതായി കാണപ്പെടുന്നത് പോലെ അപൃഥക് ഭൂതമപി, ഈ ജീവൻ ബ്രഹ്മത്തിൽ നിന്ന് ഒരിക്കലും വേറിട്ടവനല്ല, അന്യനല്ല. പക്ഷേ തന്നെ ഒരു പ്രത്യേക ജീവനായി അജ്ഞാനം കാരണമായി ജീവൻ തെറ്റിദ്ധരിക്കുന്നു. പൃഥക് സത്യമിവ അനുഭൂയത, താൻ വേറിട്ട ഒരു വ്യക്തിയാണ്, ഒരാളാണ് എന്ന് അനുഭവിക്കുന്നു. തഥാ ബ്രഹ്മൈവ ഹിരണ്യഗർഭ വ്യഷ്ടി ജീവലക്ഷണാസത്യ പുരുഷ ഭൂത്വ തദ്ഭാവേനൈവ സത്യവച്ച അനുഭൂയത ഇത്യർത്ഥ. ഇതുപോലെ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ എന്ന പോലെ ബ്രഹ്മം തന്നെ ഹിരണ്യഗർഭനായി തന്നെ ഭാവന ചെയ്യുന്നു, അല്ലെങ്കിൽ സങ്കല്പിക്കുന്നു. ഞാൻ ബ്രഹ്മാവാണ് എന്ന് ബ്രഹ്മം സങ്കല്പിക്കുന്നു. അതിനെ തുടർന്ന് ബ്രഹ്മാവ് തൻ്റെ സങ്കല്പത്തിലൂടെ ജീവന്മാർക്ക് രൂപം കൊടുക്കുന്നു, വ്യഷ്ടിജീവന്മാർക്ക്. ആ വ്യഷ്ടിജീവന്മാർ വാസ്തവത്തിൽ ബ്രഹ്മദേവൻ്റെ സങ്കല്പം തന്നെയാണ്. അതുകൊണ്ട് അവർ വാസ്തവത്തിലുള്ളവരല്ല, മിഥ്യാപുരുഷന്മാരാണ്. തദ്ഭാവേനൈവ സത്യവച്ച അനുഭൂയത ഇത്യർത്ഥ. ഇതൊക്കെ തുടങ്ങിയത് എവിടുന്ന? ബോധത്തിൽ നിന്നാണ്. ബോധം തന്നെ ബ്രഹ്മമെന്ന് കരുതി, അല്ല ബ്രഹ്മാവെന്ന് കരുതി ബ്രഹ്മാവ് ജീവന്മാരെ സൃഷ്ടിച്ചു. അപ്പോഴും ആ ജീവന്മാർ ബ്രഹ്മമായി തന്നെ ബാക്കിയുണ്ട്. അപ്പൂപ്പനിൽ നിന്ന് ജനിച്ച ആളാണ് അച്ഛൻ, അച്ഛനിൽ നിന്ന് ജനിച്ചവൻ മകൻ. ഈ മകൻ ഒരർത്ഥത്തിൽ അപ്പൂപ്പൻ തന്നെയാണ്, അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? ഒരു കാരണം, അതിൽ നിന്ന് ഒരു കാര്യം, ആ കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യം. ഈ രണ്ടാമത് പ്രത്യക്ഷപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന കാരണത്തിൽ നിന്ന് ഉണ്ടായതാണ്. ഇടയ്ക്കൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. കാരണം, അതിൽ നിന്ന് ഒന്നാമത്തെ കാര്യം, അതിൽ നിന്ന് രണ്ടാമത്തെ കാര്യം. ഈ രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം തന്നെയല്ലേ? കാരണം ഒന്നാമത്തെ കാര്യത്തിൽ നിന്നാണ് രണ്ടാമത്തെ കാര്യം ഉണ്ടായത്. അപ്പോൾ രണ്ടാമത്തെ കാര്യത്തിൻ്റെ കാരണം ഒന്നാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യത്തിന് ഒരു കാരണമുണ്ട്, അതാണ് ആദി കാരണം. അപ്പോൾ ആ കാരണം തന്നെയാണ് അനേകം കാര്യരൂപങ്ങളായി പ്രകടമാകുന്നത്. കാരണം തന്നെ കാര്യമായി കാണപ്പെട്ടാൽ, കാരണം സത്യമായതുകൊണ്ട് കാര്യങ്ങളെങ്ങനെ അസത്യമാവും? നമുക്ക് രണ്ട് വീക്ഷണകോണുകളിലൂടെ സത്യത്തെ വിശകലനം ചെയ്യാം. കാര്യങ്ങളെല്ലാം കാരണം തന്നെ, ആ യുക്തിയെ അവലംബിച്ചാൽ ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെ, ജീവനും ബ്രഹ്മം തന്നെ, പ്രപഞ്ചവും ബ്രഹ്മം തന്നെ. ഇനി ബ്രഹ്മത്തിൽ യഥാർത്ഥത്തിൽ പ്രപഞ്ചമോ ജീവന്മാരോ ഉണ്ടാവാൻ പറ്റില്ല, ഭ്രമരൂപത്തിൽ മാത്രമേ ഇവയ്ക്ക് നിലനിൽപ്പുള്ളൂ എന്ന വീക്ഷണകോണിനെ അംഗീകരിച്ചാൽ ഇതൊക്കെ മിഥ്യ, ഇതൊന്നുമില്ല, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ കാണുന്നു, ഏത് വീക്ഷണകോണിലൂടെ കാണുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ സത്യം പോലെ അനുഭവപ്പെടുന്നവരാണ് ജീവന്മാർ. ഞാനുണ്ട് എന്നാണല്ലോ നമ്മുടെ അനുഭവം. നമ്മളാരും ഇല്ലാത്തവരാണെന്ന് നമുക്ക് അനുഭവമില്ല. ഉണ്മയുടെ അനുഭവം ബോധത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബോധം തന്നെയാണ് ജീവനായി പ്രകടമായിരിക്കുന്നത്. ആ ജീവൻ ബോധത്തിൻ്റെ ഒരു പ്രകടന വിശേഷം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ബോധം സത്യമായതുകൊണ്ട് ഈ ജീവനും സത്യം തന്നെ. പക്ഷേ
ബോധത്തിൽ വ്യക്തിത്വം ഒരിക്കലും സാധ്യമല്ലാത്തതുകൊണ്ട്, യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയായി ബോധം മാറാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഒരർത്ഥത്തിൽ ഈ ജീവഭാവം കള്ളമാണ്. ഇപ്പം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഈ രണ്ട് വീക്ഷണകോണുകളിൽ ഏതിനെ വേണമെങ്കിലും അംഗീകരിക്കാം. യഥാ പ്രഭൃതി ബ്രഹ്മ ജീവഭൂതം തതഃപ്രഭൃത്യേവ അളീകമിതം ജഗത് തതം സ്ഥിതം. എപ്പോഴാണോ ബ്രഹ്മത്തിൽ ജീവഭാവം പൊന്തിയത്, അപ്പോൾ മുതൽ ജഗത്ത് അനുഭവപ്പെടാൻ തുടങ്ങി. ജീവന്റെ അനുഭവത്തിലുള്ള ജഗത്ത് മിഥ്യ തന്നെയാണ്. കാരണം ജീവനും ജഗത്തും ഒരേ സമയം ബ്രഹ്മത്തിൽ നിന്ന് പൊന്തുന്നവയാണ്. ജീവഭാവം പ്രത്യക്ഷപ്പെട്ടതോടുകൂടി, ദൃക്ക് പ്രത്യക്ഷപ്പെട്ടതോടുകൂടി ദൃശ്യവും ഉണ്ടായി. ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ. ദൃക് ദൃശ്യങ്ങൾ ചേർന്നേ നിൽക്കൂ. ദൃക്കിനെ വിട്ട് ദൃശ്യമോ, ദൃശ്യത്തെ വിട്ട് ദൃക്കിനോ, ദൃക്കിനെ വിട്ട് ദൃശ്യത്തിനോ, ദൃശ്യത്തിനെ വിട്ടിട്ട് ദൃക്കിനോ സ്ഥിതിയില്ല. ദൃക് ദൃശ്യങ്ങൾ പരസ്പര വിലക്ഷണങ്ങളാണ്, പക്ഷേ എപ്പോഴും ചേർന്ന് നിൽക്കുന്നവയാണ്. പരസ്പര വിലക്ഷണങ്ങളായവ എങ്ങനെ ചേർന്ന് നിൽക്കും? ജലവും തീയും ഒരേ സമയത്ത് എങ്ങനെ ചേർന്ന് നിൽക്കും? ജഡവും ബോധവും ഒരുമിച്ച് ഒരിടത്ത് ഒരേ സമയത്ത് എങ്ങനെ നിലനിൽക്കും? പക്ഷെ അങ്ങനെയാണ് നമ്മുടെ അനുഭവം. ജഡവും ബോധവും ശരീരത്തിൽ ഇടകലർന്നിരിക്കുന്നു. ശരീരം ജഡം, അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ന ബോധാനുഭവം. അപ്പം ഇതിൻ്റെ ഒന്നും യുക്തി ചിന്തിച്ചിട്ട് കാര്യമില്ല. യുക്തി ആലോചിക്കരുത്. സത്യത്തെ ഉറപ്പിക്കുക. സത്യത്തെ ഉറപ്പിക്കാൻ ചില യുക്തികളുണ്ട്. ആ യുക്തികളെ മാത്രമേ നമ്മൾ പിന്തുടരാവൂ. അല്ലാതെ നമ്മുടെ ബുദ്ധിയിൽ വിരിയുന്ന മറ്റ് യുക്തികൾക്ക് പ്രാധാന്യം കൽപ്പിക്കരുത്. മനസ്സ് കൂടുതൽ കൂടുതൽ കുഴങ്ങുകയേ ഉള്ളൂ. അപ്പോൾ ജീവന്റെ അനുഭവ മണ്ഡലത്തിലുള്ള ജഗത്ത് ഇല്ലാത്തതാണ്. അളീകം എന്ന് പറഞ്ഞാൽ മിഥ്യ, മായ, വാസ്തവമല്ല. ജീവഭാവം വാസ്തവമാണോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ബ്രഹ്മഭിന്നമായ ഒന്നിനെയാണ് ഞാൻ ആയി കരുതുന്നതെങ്കിൽ ആ ധാരണ തെറ്റ്. അല്ല, ഞാൻ ബ്രഹ്മം തന്നെയാണ് എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ ആ ധാരണ ശരി. ബ്രഹ്മമായിട്ട് ജീവൻ ഉണ്ട്, സത്യമാണ്. ബ്രഹ്മഭിന്നമായ ജീവത്വം കള്ളം. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം.